നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, വൈദ്യുതി ചാർജ് വർധനവ്, ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരാജയം എന്നിവയ്ക്കെതിരെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പണ്ട് നമ്മൾ കേട്ടതുപോലെ പിണറായി വിജയനും ഒരു കുറുവ സംഘവും എന്ന് കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും വലിയതായ വിലക്കയറ്റം സൃഷ്ടിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിനെതിരായ അതിശക്തമായൊരു ജനവിധിയായിരുന്നു തൊട്ടു മുമ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലേതും പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ വലിയ വിജയം. ചേലക്കരയിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും 39,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനകത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി വിജയിച്ചുവെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ UDF-നും ഐക്യജനാധിപത്യ മുന്നണിക്കും സാധിച്ചു എന്നുള്ള വസ്തുത കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ പോലും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞില്ല. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, PD ജോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോഷി കാഞ്ഞുത്തറ, സോയ് കോലഞ്ചേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷേർലി ജോയ് എന്നിവർ സംസാരിച്ചു.